ഹേ ഗൈസ്, അപ്പോൾ നിങ്ങളോട് സത്യം മാത്രം പറഞ്ഞ വീഡിയോ ചെയ്യുന്നതിന്റെ പേരിൽ ആസ് എ ക്രിയേറ്റർ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂസിനെ പറ്റിയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ ഇഷ്യൂവിനെ പറ്റി പറയുവാണെങ്കിൽ, കൊതുകളെ കൊല്ലുന്ന പോലെയാണ് ഇപ്പം ഓരോ അക്കൗണ്ടുകളും ഒത്തിരി വലിയ ക്രിയേറ്റേഴ്സിന്റെയും കൊച്ചു ക്രിയേറ്റേഴ്സിന്റെയും ഒക്കെ അക്കൗണ്ടുകൾ അടിച്ചു പോകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ബ്രാൻഡുകളുടെ വക കിട്ടുന്ന ഒത്തിരി കോപ്പിറൈറ്റ് സ്ട്രൈക്കുകൾ, ഓരോ വീഡിയോസിനും കിട്ടുന്ന സ്ട്രൈക്കുകൾ, പക്ഷേങ്കിൽ അവരയച്ചിട്ടുള്ള ഒരു സ്ട്രൈക്ക് പോലും ഇന്ന് എൻ്റെ പേജിൽ നിലനിൽക്കുന്നില്ല. കാര്യം എൻ്റെ പാർട്ടായിരുന്നു കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ അതെല്ലാം അപ്പീൽ ചെയ്ത് തിരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ബ്രാൻഡുകൾക്കെതിരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡുകളുടെ വക ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനകളും, അതേപോലെ തന്നെ അഭ്യർത്ഥനകൾ മാനിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവരുടെ എന്താ പറയുക, ഇനി ഞാൻ അവർക്കെതിരെ വീഡിയോ ചെയ്യരുത്, അവർക്കെതിരെ ഒരു കമന്റ് പോലും സോഷ്യൽ മീഡിയയിൽ ഇടരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവരുടെ കൊച്ചു കൊച്ചു വിരട്ടലുകൾ, ഇതൊക്കെ നമ്മൾ കേൾക്കണം. ഇതൊന്നും തന്നെ നമ്മുടെ അടുത്ത് വർക്ക് ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഒരു എക്സ്ട്രീം മൂവ് ആണ് നമുക്കെതിരെ ഡീഫോമേഷൻ കേസുകൾ ഫയൽ ചെയ്യുന്നത്. അതായത് നമുക്ക് മിക്കവാറും ചാൻസ് വക്കീൽ നോട്ടീസ് നമുക്ക് വരത്തേ ഉള്ളൂ. അതിൽ കൂടുതൽ പോകുന്ന ബ്രാൻഡുകൾ കുറവാണ്. നമ്മളെ ബുദ്ധിമുട്ടാക്കുക, അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം. നമ്മളെ ഇങ്ങനെ സ്ട്രെസ്ഡ് ആക്കുക, നമ്മളെ പേടിപ്പിക്കുക, അതാണ് അവരുടെ നെക്സ്റ്റ് ഈ ഡീഫോമേഷൻ കേസുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നും പോരായിട്ട് ഒരു ബ്രാൻഡ് അവരുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അവരെന്റെ പ്രൈവസി, ലൈക്ക് അവരുടെ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചു എന്നുള്ളത് കൊണ്ട് എൻ്റെ അഡ്രസ്സും കണ്ടുപിടിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന അവസ്ഥ ചിന്തിച്ചു നോക്ക്. എൻ്റെ പ്രൈവസി ഒരു പ്രൊഡക്റ്റ് ഒരു വെബ്സൈറ്റ് ത്രൂ മേടിച്ചതിൽ അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാണ്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലോ, നമുക്ക് ക്രിയേറ്റർ ആണെങ്കിൽ നമുക്ക് വരുമാനം വേണം. വീഡിയോസ് 2 കൊളാബറേഷൻ ഒക്കെ ചെയ്താലാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ വരുമാനം കിട്ടുക. അപ്പോൾ ഒരു കൊളാബറേഷൻ ചെയ്യാനാണെങ്കിൽ ഒരു ബ്രാൻഡ് എന്നെ അപ്രോച്ച് ചെയ്താൽ ഞാൻ അവരോട് പറയും, അവരുടെ പ്രൊഡക്റ്റ് എനിക്ക് അയച്ചു തരും, ഞാൻ അത് ഉപയോഗിച്ച് നോക്കാം, ഇത്ര നാൾ ഉപയോഗിച്ച് നോക്കാം, 30 ദിവസമൊക്കെയാണ് ഞാൻ പറയാറ്, ഇത്രയും നാൾ ഉപയോഗിച്ച് നോക്കി എനിക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അത് ഞാൻ റിവ്യൂ ആയിട്ട് അറിയിക്കാം എന്നുള്ളത് പറയും. പക്ഷേങ്കിൽ ഇവിടുത്തെ ബ്രാൻഡുകൾക്ക് അതൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ ആ പ്രൊഡക്റ്റ് കിട്ടി, അടപ്പ് പൊട്ടിക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടണം, ഇത്ര നാൾ ഉപയോഗിച്ചു, എനിക്ക് ഇത്ര നാൾ റിസൾട്ട് കിട്ടി, ഇത്ര നല്ല റിസൾട്ട് കിട്ടില്ല സാധനമാണ്. ഇതാണ് അവർക്ക് വേണ്ടത്. സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? വരുമാനം പ്രതീക്ഷിക്കരുത്. വരുമാനം ഉണ്ടാവും, ഉറപ്പാണ്, സത്യസന്ധമായിട്ട് ചെയ്താലും ഉണ്ടാവും. ബട്ട് നമ്മൾ വരുമാനം മാത്രം പ്രതീക്ഷിച്ച് സത്യസന്ധമായിട്ട് വീഡിയോ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കരുത്. ഇനി ഇതിലെ രസകരമായിട്ടുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയ ഗൈസ്, സത്യം പറഞ്ഞതിന്റെ പേരിലാണ് ഞാൻ ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. സത്യസന്ധമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ കൊണ്ടുവരുന്നതിന്റെ പേരിൽ. മറിച്ച് കള്ളം പറഞ്ഞിരുന്നെങ്കിലോ, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി, അതായത് നിങ്ങളെ പറ്റിച്ച പൈസ ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ ആ പൈസ കൊണ്ട് ഞാൻ ജീവിക്കുന്ന ലക്ഷറി ലൈഫ് സ്റ്റൈലുകൾ നിങ്ങളുടെ മുന്നിലേക്ക് കാട്ടി, ഒരു ജീവിതമൊക്കെ കാട്ടി, നല്ല നിങ്ങളുടെ മുന്നിൽ ഏറ്റവും നല്ല ക്രിയേറ്റർ ആയിട്ട്, ഇങ്ങനെ ബ്രാൻഡുകളുടെ പൊന്നോമന പുത്രനായിട്ട്, അവർക്ക് വേണ്ടി എന്തും പറയാൻ റെഡിയായിട്ട്, അവരെന്തും നമുക്ക് ഓഫർ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ബ്രാൻഡുകൾ നമ്മുടെ ചുറ്റും ഉള്ള ഒരു സാഹചര്യത്തിൽ പോകേണ്ട ഒരാളാണ്. സോ ഇതൊക്കെയാണ് സാഡ് ആയിട്ടുള്ള റിയാലിറ്റീസ് ഓഫ് ബീയിങ് എ ജെന്യുവൻ കോണ്ടന്റ് ക്രിയേറ്റർ. ബട്ട് ഓഫ് കോഴ്സ് സന്തോഷമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുതാണ് നിങ്ങളെപ്പോലത്തെ ഒത്തിരി പേര് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ ഉള്ളത്. അത് തന്നെ നമുക്ക് ധാരാളം.